ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പുഡിംഗ് ആയിട്ടാണ്. നമ്മളുടെ സബ്സ്ക്രൈബറായ ലത മേതിൽ എന്ന് പറഞ്ഞ ചേച്ചി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു പുഡിങ്ങാണ്. വീട്ടിൽ എളുപ്പത്തിൽ എഗ്ലെസ് ആയിട്ടുള്ളൊരു പുഡിംഗ് ഉണ്ടാക്കി കാണിച്ചു തരുമെന്ന്. അപ്പോൾ ലത ചേച്ചി നമ്മുടെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കാര്യത്തിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഇതും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുഡിങ്ങിനായിട്ടുള്ള ഐറ്റംസ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ തന്നെ ഈ കോഫി പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ പലരുടെയും ഒരു ടെൻഷനാണ്, ഈ പുഡിങ്ങൊക്കെ നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ, അത് സെറ്റാവോ, ശരിയാവില്ല. അപ്പോൾ എന്താണ്, സാധാരണ പായസമോ ഐസ്ക്രീമോ കസ്റ്റാർഡിലോ ഒക്കെ ഒതുക്കാറാ പതിവ്. പക്ഷേ ഈ പുഡിങ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ചൈന ഗ്രാസ് ആണ് പുഡിങ് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ചൈന ഗ്രാസ് 10 ഗ്രാമാണ് ഈ ഒരു പാക്കറ്റ്. ഞാൻ ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 38 രൂപയാണ് 10 ഗ്രാമിന് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് ഇതേപോലെയാണ് ഉണ്ടാവുക. കണ്ടില്ലേ, നല്ല ഒരു പാക്കിംഗ് ഒക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് 2 കൊല്ലത്തോളം സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതിൽ എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അതിൽ എഴുതിയിട്ടുണ്ട് 2 കൊല്ലം വരെ യൂസ് ചെയ്യാമെന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അടുത്തത് ഞാൻ മെയിനായിട്ട് ഇത് കോഫി പുഡിംഗ് ആയതുകൊണ്ട് ബ്രൂ കോഫിയുടെ ചെറിയൊരു സാഷ് എടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് 1/2 ലിറ്റർ പാലിന് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂണോളോ 4 ടേബിൾ സ്പൂണോ ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് പുഡിങ്ങിന് ശരിക്കും വേണ്ടു. പിന്നെ അലങ്കരിക്കാൻ വേണമെങ്കിൽ ചെറിയോ വാൾനട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി പൗഡർ ഉണ്ടല്ലോ, ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. നമ്മളൊരു സാഷേ കാണിച്ചു, അത്ര വേണ്ട. 1 ടേബിൾ സ്പൂണിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് അലിഞ്ഞ് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ആ തരികളൊക്കെ കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അലിഞ്ഞ് അങ്ങോട്ട് യോജിച്ച് കിട്ടും. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് ഇങ്ങനെ കുറച്ചൊന്ന് മുന്നേ അരിയിച്ച് വെക്കുക. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈന ഗ്രാസ്. അപ്പോൾ ചൈന ഗ്രാസ് 10 ഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ്. കണ്ട, ഈ 10 ഗ്രാം എടുക്കുന്നുണ്ട് ഞാൻ നമ്മളുടെ ഈ പുഡിങ്ങിലേക്ക്. ഇനി ഇതിന് ചൂടുവെള്ളത്തിൽ ഒന്ന് അലിയിച്ചെടുക്കണം, നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒഴിക്കണം. അപ്പോൾ അത് നന്നായിട്ടൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ അങ്ങോട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കുന്നുണ്ടാവും. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. ശരിക്കും അലിഞ്ഞെടുക്കണം കേട്ടോ നമ്മളെ ചൈന ഗ്രാസ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി പാല് തിളപ്പിക്കാൻ വെക്കാം. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാല് തിളപ്പിക്കലാണ്. അപ്പോൾ പാൽ എങ്ങനെയാണ് തിളപ്പിച്ചെടുക്കുക, സാധാരണ എങ്ങനെയാണ് തിളപ്പിച്ചെടുക്കുക, അങ്ങനെ തന്നെ, വേറെ ഒരു വ്യത്യാസമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് 1/2 ലിറ്റർ പാലിന് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ്. അപ്പോൾ മധുരം എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടെ. പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മധുരം, പുഡിങ്ങിനും ഐസ്ക്രീമിനും ഒക്കെ മധുരം നല്ല അത്യാവശ്യമാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ മിൽക്ക് മെയ്ഡ് പെട്ടെന്ന് അടി പിടിക്കും, അത് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് ഒന്ന് ഇതിൻ്റെ സ്പൂൺ എന്തെങ്കിലുമൊക്കെ തപ്പാൻ പോയാൽ അപ്പോൾ തന്നെ അടി പിടിക്കും. അപ്പോൾ പൊട്ട സ്മെല്ലാണ്, പാല് കരിഞ്ഞ സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ലാണ് വരിക കേട്ടോ. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ തന്നെ ഇളക്കിയെടുക്കുക, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇതൊക്കെ ഒഴിക്കണ സമയത്ത് പെട്ടെന്ന് തന്നെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ പാത്രമാണ് വെച്ചതേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ചു വന്നു. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. ഇപ്പോൾ എൻ്റെ അലിഞ്ഞിട്ടില്ല, ഞാൻ പെട്ടെന്ന് അതിലേക്ക് എടുത്തിടുകയാണ് ചെയ്തത്. അപ്പോൾ അലിയാണെങ്കിൽ അലിയിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ കിടന്നിട്ട് തന്നെ ഒന്ന് അലിഞ്ഞ് കിട്ടും. അല്ലാതെ നമ്മൾ അങ്ങനെ കട്ട പോലെ കിടക്കാൻ അങ്ങനെ പാടില്ല കേട്ടോ നമ്മൾ ചൈന ഗ്രാസ്. ഇനി അത് ബാക്കിയും കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ പെട്ടെന്ന് ആ കട്ട കണ്ടപ്പോൾ ഞാൻ ഒന്ന് നിർത്തി. അപ്പോൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെ അലിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് ഇതൊന്ന് അലിഞ്ഞ് കിട്ടണവരെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ അപ്പോൾ എന്തായി ഈ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ, എല്ലാവരുടെ വീട്ടിലും ഒരുക്കങ്ങളൊക്കെ ആയോ? ഞങ്ങളുടെ ഇവിടെ സ്റ്റാറൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരേ. അതെവിടെയാ, ഇതിൻ്റെ സൈഡിൽ ഞാൻ ഒരു ഫോട്ടോ കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്തു സ്റ്റവ്. ഇനി തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് പാല് മാറ്റി വെച്ചോളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഇതില്ലേ കോഫി പൗഡർ, അതിൽ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം കുറച്ചൊന്ന് അലിയിക്കാൻ വേണ്ടി മാത്രമല്ലേ ഒഴിച്ചു കൊടുത്തുള്ളൂ പാല്. അപ്പോൾ കുറച്ച് 2 ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തത്.
അപ്പോൾ ഇതാ ഇതിൽ കുറച്ച് മധുരമൊക്കെ ഇട്ട കാരണം ഇനി വേറെ മധുരേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല മധുരമുണ്ട് ഓൾറെഡി. ഇതൊന്ന് തണുത്തിട്ടുണ്ട്, അപ്പോൾ അധികം തണുത്തിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ച ചൂട് വിട്ട ഉടനെ തന്നെ ചെയ്തോളൂ കേട്ടോ, അല്ലെങ്കിൽ അത് അതിലിരുന്നിട്ട് സെറ്റാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റായി കിട്ടട്ടെ. അതിന് ശേഷം നമുക്ക് ഈ കോഫിയുടെ ലെയറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുക്കുക. അതായത് ഇതേ പരുവത്തിലായിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് കഷ്ടി വേണ്ടി വരും ഒന്ന് സെറ്റാവാൻ ഫസ്റ്റ് ലെയർ. അതിന് ശേഷം മാത്രം ഇത് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല, മാർബിൾ കേക്കൊക്കെ പോലെ ഇരിക്കുള്ളൂ. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒഴിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോണില്ല, കണ്ടില്ലേ? ഇതുപോലെ ഒരു 20 മിനിറ്റ് ആദ്യത്തെ പാലൊഴിച്ചതൊന്ന് സെറ്റായതിന് ശേഷം ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് പതുക്കെ ഇപ്പോൾ തന്നെ അടിഭാഗം നന്നായിട്ടൊന്ന് സെറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല ജെല്ലി പോലെ ആയി തുടങ്ങി. അപ്പോൾ ദാ ഈ സൈഡ് ഭാഗത്തും കൂടിയും കുറച്ചും കൂടി ആക്കിയിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ തന്നെ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ലെവൽ ചെയ്താൽ മതി കേട്ടോ. സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്, വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത്. അപ്പോൾ ഈ കോഫി പൗഡർ ഇഷ്ടമില്ലാത്തവർക്ക് ബൂസ്റ്റോ, നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ആച്ചെങ്കിൽ എന്തെങ്കിലും പൾപ്പൊക്കെ മാംഗോയുടെയോ പൈനാപ്പിളിൻ്റെ ഒക്കെ പൾപ്പൊക്കെ വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇത് തണുപ്പിക്കട്ടെ. തണുപ്പിക്കുക എന്ന് പറയുമ്പോൾ പുറത്ത് വെച്ചാലും മതി, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഞാനൊരു 3-4 മണിക്കൂർ വെച്ചപ്പോഴേക്കും ദാ കണ്ടില്ലേ ഇതുപോലെ ആയി കിട്ടി. അപ്പോൾ ഇനി ഇതിനെ അലങ്കരിക്കണ്ടേ? അലങ്കരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര കലാകാരൊന്നുമല്ല, നമ്മളുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല, സാധാരണ ദാ തൊലി കളഞ്ഞ കപ്പലണ്ടി, അത് കുറച്ചിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അധികം എന്താ പറയുക ഇഷ്ടമില്ലാത്തവർ അതൊന്നും ചെയ്യേണ്ട, വെറുതെ നമുക്കിതിങ്ങനെ കോരി കഴിക്കാവുന്നതുമാണ്. പിന്നെ ചൈന ഗ്രാസ് കൂടുതൽ ഇട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. കേക്കൊക്കെ മുറിക്കില്ലേ അതുപോലെ ആക്കാൻ പറ്റും. ഞാനിപ്പോൾ 10 ഗ്രാം ഇട്ടിട്ടുള്ളൂ. അപ്പം അധികം ഇങ്ങനെ എന്താ പറയുക മുറിച്ചെടുക്കുന്ന പരിവല്ല, നമ്മളുടെ ഒരു ജെല്ലി ടൈപ്പാണ് ഉള്ളത്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഇളക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളകി എടുക്കും, അതുപോലെ ആണ് ഇരിക്കുക. പ്രത്യേകം പറയേണ്ടത് എന്താ വെച്ചെങ്കിൽ ലത ചേച്ചി ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കിയത് കേട്ടോ. നമ്മുടെ ലതാ മേതിൽ എഗ്ലെസ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ആവശ്യപ്പെട്ടത് അല്ലേ. അപ്പോൾ ചേച്ചിക്ക് സന്തോഷമായെന്ന് വിചാരിക്കുന്നു. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ഫ്ലേവറൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ പുഡിങ് കണ്ടില്ലേ ഇതുപോലെയാണ് ഇരിക്കുക. നിങ്ങൾക്ക് നന്നായി കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൈന ഗ്രാസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല കട്ടിയിൽ മുറിച്ചെടുക്കുന്ന പരുവത്തിലാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്